ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് നമ്മളെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. 4 STS ക്രൈൻ, എവിടെ നോക്കിയാലും തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രൈനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ യാർഡ് പോർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദാസമയം 24 hours ട്രെഡ്ജിങ് നടക്കുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രെഡ്ജിങ്ങിലെ ഓസും അതിൻ്റെ ഔട്ട്പുട്ട് വെള്ളവും മണലും കൂടി കലങ്ങി വരുന്ന ഒരു രൂപത്തിൽ ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ട്രെഡ്ജ് ചെയ്ത മണൽ ധാരാളമായി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് യാർഡ് പണിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം. അത് മാത്രമല്ല, ട്രെഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരക്കേഡ് പോലെ, ബ്രേക്ക് വാട്ടർ പോലെ പണി ഇവിടെ നടക്കുവാണ്. അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. വളരെ കുറച്ച്, ഏതാണ്ട് 1 മീറ്റർ പോലും ഇനിയില്ല, ഫുള്ളായിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കിലേക്കാണ് അവർ പോകുന്നുണ്ടോ. ഇത് നമുക്കിവിടെ വന്നാലും വ്യക്തമായിട്ട് കാണുന്ന ഒരു പൊസിഷനുണ്ടോ. ഇതാ നമുക്ക് എക്സ്കവേറ്ററും ലോറിയിലായിട്ട് നാച്ചുറൽ സ്റ്റോണും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വലിയ ഓസ് ആയിട്ടെ ട്രെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്ന ഓസാണ്. ട്രെഡ്ജിങ് മെഷീൻ തൊട്ടപ്പുറത്തുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ട്രെഡ്ജിങ് സദാസമയം നടക്കുവാണ്. ട്രെഡ്ജിങ്ങിന് ഒരു വലിയൊരു കപ്പലും വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ അത് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള വിഷ്വൽസ് ഇതാ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പോർട്ടാണിത്. എല്ലാ വർക്കും വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. അതുമാത്രമല്ല, യാർഡിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ റെയിൽ മൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ നിരയായി നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പോർഷൻ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത്. നമുക്ക് യാർഡിൻ്റെ കുറച്ച് സ്ഥലങ്ങളും ഇവിടെ നിന്നാൽ നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളെ സ്റ്റാർട്ടിങ് വീഡിയോ ആണിത്. ഇനി പല വീഡിയോയിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ട്രെഡ്ജിങ് മെഷീൻ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, വളരെ ദൂരെയായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും എൻഡോൺ ഡംപിങ്, ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡംപിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു പൊസിഷൻ ബാർജ് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ പൊസിഷൻ ബാർജിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ എൻഡോൺ ഡംപിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എക്സ്കവേറ്ററും ലോറികളിലെ സ്റ്റോൺ കൊണ്ടിടുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ ഇഞ്ചിൻലെസ് ബാർജിലേക്ക് സ്റ്റോണുകൾ, അതായത് പലതരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണ് നമ്മളിവിടെ നിന്ന് ഇഞ്ചിൻലെസ് ബാർജിലെ ബോട്ടിലൂടെ കൊണ്ടുവന്നിട്ട്, അതായത് ബോട്ടിൻ്റെ സഹായത്തോടെ ഇഞ്ചിൻലെസ് ബാർജ് വന്നിട്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് അത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ തന്നെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് അടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ലോറികളിലെ സ്റ്റോൺ കൊണ്ട് ഡംപ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കാണാം. നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. അത് മാത്രമല്ല, തൊട്ടിപ്പുറത്ത് നമുക്കൊരു വലിയ ക്രെയിൻ കാണാൻ സാധിക്കുന്നത് ആക്രോപോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്രോപോയിഡ് എന്തിനാണ് ഫില്ല് ചെയ്യാൻ നമുക്കെല്ലാവരും അറിയാം. നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും ഹെവി തിരമാല വന്നാലും ആ സ്ട്രക്ചറിൽ വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്രോപോയിഡ് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ക്രെയിനാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമാണ് ആക്രോപോയിഡ് ഫില്ല് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമുണ്ടോ, ഈ ആക്രോപോയിഡ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്യും. ഒരു വശം ഫുള്ള് ഫില്ലായി വരികയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ പൂർണ്ണതോതിൽ നടക്കുകയാണ്. പൂർണ്ണതോതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് എൻഡോൺ ഡംപിങ് കഴിഞ്ഞ് ഫില്ല് ചെയ്ത് പറഞ്ഞ അനുസരിച്ച് ആക്രോപോയിഡും കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക് കൂടി ഫില്ല് ചെയ്ത് വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നുണ്ടോ. ഇവിടെ എല്ലാം ബാക്കിയെല്ലാം ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ, ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പറയുന്ന ആക്രോപോയിഡ് ഫില്ല് ചെയ്യാനാണ് നടക്കുന്നത്. ഇതെല്ലാം നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിഷ്വലാണ് കേട്ടോ. ഇവിടെ എല്ലാം പണികൾ പൂർത്തിയായിരിക്കുന്നു. ബെർത്തിൻ്റെ വർക്കുകളും ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഉണ്ടോ, ബെർത്തിൻ്റെ ഈ പറഞ്ഞ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് കോൺക്രീറ്റ് പോർഷൻ നിൽക്കുന്ന ആ ഒരു ക്രെയിൻസ് ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്കിനി അടുത്ത വ്യൂയിലേക്ക് പോയി കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെഡ്ജ് ചെയ്ത മണൽ ഈ പറയുന്ന യാർഡിന് വേണ്ടി ലെവൽ ചെയ്യുന്നതും ഇവിടെ കാണാൻ സാധിക്കും. വളരെ കുറച്ച് യാർഡ് പോർഷനാണ് നമുക്കിനി തീരാനുള്ളത്. ബാക്കി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. പണികളെല്ലാം വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, കുറച്ച് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഷിപ്പ് പോലെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത് ട്രെഡ്ജിങ്ങിനായിട്ട് പുതിയ വന്നൊരു മെഷീനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വളരെ വേഗത്തിലാണ് ട്രെഡ്ജിങ് നടക്കുന്നത്. വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെയ്യുന്ന കപ്പൽ ചാലിൻ്റെ ആ പാർട്ട്, നമ്മൾ ഈ കാണുന്ന കപ്പൽ ചാലിൻ്റെ ആ പോർഷനൊക്കെ വളരെ വേഗത്തിൽ ട്രെഡ്ജിങ് ചെയ്ത് ഇതിൽ ഓസ് കണക്റ്റഡ് അല്ല, ഓൾറെഡി ട്രെഡ്ജിങ് ചെയ്ത് ഓൾറെഡി ഈ മണൽ അതിനകത്ത് തന്നെ കാണും. നമ്മൾ നാച്ചുറൽ സാൻഡ് കാണും. ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വളരെ വേഗം തന്നെ ഡംപ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 2 മെഷീൻസും 24 hours വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഇവിടെ. ഞാൻ കുറച്ച് സൂം ചെയ്താണ് ചെറിയ ഉണ്ടോ. ഇത്രയും വലിയ മെഷീൻസാണ് ഇതിലുള്ളത്. കാരണം തൊട്ടടുത്തൊരു ചെറിയ ബോട്ടൊക്കെ പോകുന്നത്, അത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വലുതാണെന്നറിയാം. ഏതാണ്ട് 131 135 മീറ്റർ നീളമാണ് ഈ നമ്മളെ പുതിയതായിട്ടൊന്ന ഈ കപ്പലിൻ്റെ അത്ര സൈസുള്ള ട്രെഡ്ജിങ് മെഷീൻ. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്പ്ലിറ്റ് ബാർജ് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, കല്ല് ഡംപ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് സ്പ്ലിറ്റ് ബാർജ്.
ഇതാണ് നമുക്ക് ഈ വ്യൂ നിന്ന് കിട്ടുന്ന ഒരു കണ്ടോ, ഈ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇതാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വിഷ്വലിലേക്ക് പോയിട്ട് വേണം. ഇവിടെ ഈ സൈഡിലൊക്കെ കുറച്ച് നാച്ചുറൽ സ്റ്റോൺ എല്ലാം ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ കൊണ്ടിട്ടുണ്ട്. തരംതിരിച്ചാണ് ഇവിടെ മൊത്തം ഇറക്കിയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. കാരണം ഈ സൈഡ് ഇങ്ങനെ കെട്ടി വരുന്നതിനായിരിക്കും ഇവിടെ കൊണ്ട് ധാരാളമായിട്ടുള്ളത് കണ്ടോ. നാച്ചുറൽ സ്റ്റോൺ പല തരം, അതായത് നമ്മൾ അപ്പുറത്ത് പറഞ്ഞതുപോലെ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പല സ്ഥലങ്ങളിലായിട്ട് തരം തിരിച്ച് നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം പണികളെല്ലാം വളരെ വേഗം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ എല്ലാം അവിടെ എവിടെയായിട്ട് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് പണികൾ പൂർത്തീകരിച്ച്, അതായത് കംപ്ലീറ്റേഷൻ ഓഫ് വർക്കിലേക്ക് പോകാൻ കുറച്ചുകൂടി ഈസിയാണത്. നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. ഈ വ്യൂവിൽ നിന്ന് നമുക്ക് ട്രെഡ്ജിങ് കുറച്ചുകൂടി അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ട്രെഡ്ജിങ്ങിൻ്റെ ഔട്ട്പുട്ട് കുറച്ചുകൂടി അടുത്തായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതാണ് ഈ വ്യൂവിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ STS ക്രെയിൻ കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മളെ യാർഡിൻ്റെ അവിടെയും നാച്ചുറൽ സ്റ്റോണിൻ്റെ അവിടെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുമാത്രം നമ്മൾ ഈ കാണുന്നത് ഈ പറയുന്ന നമ്മുടെ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റൽ ക്രമീകരിക്കാനുള്ള മിനി ക്രഷറാണ്, ക്രഷർ യൂണിറ്റാണ് ഇവിടെ ഉള്ളത്. ധാരാളമായി നാച്ചുറൽ സ്റ്റോൺ ഇവിടെ കൂട്ടിയിട്ടിരുന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ലോറിയിൽ സ്റ്റോണുമായിട്ട് 100 കണക്കിന് ലോറികളിലാണ് നമ്മുടെ റോഡ് മാർഗം നാച്ചുറൽ സ്റ്റോണുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ വേഗം തന്നെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആ നാച്ചുറൽ സ്റ്റോൺ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് ഈ വശത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇത് മെയിൻ എൻട്രൻസിൽ നിന്ന് വരുന്ന ലോറികളാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടോ. മെയിൻ എൻട്രൻസിൽ നിന്ന് വരുന്ന ലോറികളാണ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ പറയുന്ന കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിന്, നമ്മളീ കണ്ട 11 ക്രെയിനും എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതാ നിർത്തി അവിടെ ആയിട്ട് എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുന്നുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. ഇതാണ് നമ്മുടെ യാർഡിൻ്റെ പോർഷൻ. ഇവിടെ എല്ലാം ധാരാളമായി വർക്കുകളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മുടെ യാർഡ് പോർഷൻ ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് ഫില്ല് ചെയ്യണം അവിടെ ആയിട്ട്, മനസ്സിലായോ. ഇതെല്ലാം ഫില്ല് ചെയ്യുന്നതാണ് നമ്മളിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ വേഗം തന്നെ യാർഡിൻ്റെ പണികളെല്ലാം പുരോഗമിക്കുന്നതായിരിക്കും. കാരണം നേരത്തെ നമ്മളൊരു ഓസിൻ്റെ എൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ട്രെഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെഡ്ജിങ് നടന്നതിൻ്റെ ഔട്ട്പുട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ട്രെഡ്ജിങ്ങിൻ്റെ ആ വലിയ കപ്പൽ ഇത് നമ്മൾ അടുത്തെത്തിയിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ഇവിടെ എല്ലാം ട്രെഡ്ജൊക്കെ നടക്കുന്നുണ്ട് ഉണ്ടോ. ഇതാ ഒരു ചെറുതും ഇതൊരു വലുതും ഉണ്ടോ. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രെഡ്ജിങ്ങിൻ്റെ അത് കപ്പലെന്ന് പറയേണ്ട കാര്യം ഉണ്ടോ. ഇത് നേരത്തെ ഉള്ള ട്രെഡ്ജിങ് ഇപ്പോഴുള്ള ട്രെഡ്ജിങ്ങും വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്ന വിഷ്വലുണ്ടോ. വളരെ വേഗത്തിൽ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത 2-3 വിഷ്വലിലേക്ക് പോയാലേ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്പുറത്തെ വശമാണ്, അതായത് എൻഡ് ഡംപിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ, പിന്നെ ഈ പറയുന്ന ക്രെയിൻ്റെ എഫിഷ്യൻ ടെസ്റ്റ് നടത്തുന്നതും ഇതെല്ലാം നമുക്ക് അടുത്ത വ്യൂവിൽ നിന്നായിരിക്കും കുറച്ചുകൂടി വ്യക്തമായിട്ട് പോർട്ടിൻ്റെ അടുത്ത വശത്തു നിന്നായിരിക്കും കാണാൻ സാധിക്കുക. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഇത് എവിടെ നിന്നുള്ള വ്യൂ ആണെന്നറിയാം. നമ്മൾ നേരത്തെ കണ്ട ട്രെഡ്ജിങ് ചെയ്ത പോർഷൻ നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പായിട്ടുള്ള അതിൻ്റെ തൊട്ട് മുകളിലത്തെ പോർഷൻ, അത് മാത്രമല്ല പോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ. ഇവിടെ ധാരാളമായി മണൽ ഇങ്ങനെ നമ്മൾ അവിടെ വശത്ത് നിന്ന് കണ്ടായിരുന്നു. അതേപോലെ മണൽ കൂമ്പാരമായിട്ടുണ്ട്. അതെല്ലാം ലെവൽ ചെയ്യുന്നതാണ്, എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ട്രെഡ്ജിങ്ങിൻ്റെ ഒരു കപ്പൽ എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും വലിയൊരു മെഷീനാണ് ട്രെഡ്ജിങ് മെഷീൻ നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഓരോ മെഷീൻസും ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് യാർഡിന് വേണ്ടി ഫില്ല് ചെയ്യുന്ന മെഷീൻസ് എല്ലാം 24 hours ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ്സാണ് നടന്നുകൊണ്ടിരുന്നുണ്ടോ. ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ബെർത്തിൻ്റെ വശങ്ങളും യാർഡും ബെർത്തും കൂടി ചേരുന്ന പോർഷനാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E04 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് ഏറ്റവും ബേക്കിലാണ് നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ ബേക്കിലും ഉണ്ട് ക്രെയിന് നിലവിൽ. അത് ഇവിടെ നിന്ന് വ്യക്തമായി E05 ആണ് ബാക്കിലുള്ളത്. അതും നമുക്ക് ഇവിടെ നിന്ന് കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E05 ഉണ്ട്. E04 നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് യാർഡും ബെർത്തും കൂടി ചേരുന്ന പോർഷനാണ് നമ്മുടെ ഈ വലിയ ക്രെയിനൊക്കെ നിർത്തിയിട്ടുള്ളത്. വളരെ ദൂരെയായിട്ട് ഈ ക്രെയിനൊക്കെ നിർത്തിയിട്ടുള്ളത്. അവിടെയാണ് അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നത്. ഇതാണ് നമുക്ക് ഇത് ഈ പറയുന്ന പോർട്ടിനകത്തൂടി കാണാൻ പറ്റുന്ന വിഷ്വൽസ്. ഇനി തൊട്ട് നമുക്ക് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളത് പോലെ തന്നെ 2 വലിയ ക്രെയിൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെന്നാൽ നമുക്കിവിടെ ഈ ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ
ധാരാളം സ്ലാബുകളാണ് ഇവിടെ ഉള്ളത് കണ്ടോ. അത് മാത്രമല്ല തരം തിരിച്ച് നാച്ചുറൽ സ്റ്റോൺ അവിടെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് ഒരു വീഡിയോയിലൂടെ തന്നെ ഏതാണ്ടൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ്. നമ്മൾ പ്രേക്ഷകർക്കെല്ലാം സ്ഥിരം കാണുന്നവർക്കെല്ലാം ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അറിയാം ഇത് എവിടെ നിന്നുള്ളതാണെന്നുള്ളത് കണ്ടോ. ഇതിന് വേണ്ടിയാണ് 2 ക്രെയിൻ ഇവിടെ ഉള്ളത്. ധാരാളമായ സ്ലാബുകൾ ഇവിടെയും ഈ വശത്തെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. കുറേ സ്ലാബുകൾ നമ്മളെ ബെർത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. കാരണം ബെർത്തിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും കാണാൻ പറ്റുന്നില്ല. ഇത് ഫൈനലൈസേഷൻ ഓഫ് വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ഫാസ്റ്റായിട്ടാണ്. നമുക്ക് ഏറ്റവും കുറച്ചുകൂടി എന്നാൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു പൊസിഷൻ നമുക്ക് കാണാം. ഇതാ ബെർത്തിൻ്റെ സൈഡിലുള്ള വിഷ്വലാണ് നമ്മളിവിടെ കാണുന്നുണ്ടോ. ഇവിടെ കാണുന്നത് യാർഡും ബെർത്തും കൂടി ചേരുന്ന ബെർത്തിൻ്റെ വിഷ്വൽസ്. ഇവിടെയൊക്കെ ഇവിടെയാണ് കോൺക്രീറ്റും ബാക്കിയെല്ലാം ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ. ഇവിടെ നടക്കുന്ന ധാരാളം ലോറികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോണും നാച്ചുറൽ സാൻഡുമായിട്ടൊക്കെ ലോറികൾ ധാരാളമായി പോകുന്നുണ്ട് ഉണ്ടോ. ഇതാണ് ഈ പോർഷനിൽ ബെർത്തിൻ്റെ വശത്തുള്ള വർക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നാച്ചുറൽ സ്റ്റോണുകളാണ്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഈ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ധാരാളം ക്രെയിനുകൾ, നമ്മൾ സ്ഥിരം സുപരിചിതമായ ധാരാളം ക്രെയിനുകളുണ്ട്. കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡിസൺ E01, D01, C01, നമ്മുടെ എവിടെ നോക്കിയാലും തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ 4 ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഇതെല്ലാം ഇവിടെയുണ്ട്. അതുമാത്രമല്ല എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ധാരാളം 20 ഫീറ്റിൻ്റെയും 40 ഫീറ്റിൻ്റെയും കണ്ടെയ്നേഴ്സും നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുമാത്രമല്ല കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൂം ഔട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. കുറേ നാച്ചുറൽ സ്റ്റോണും ഫില്ല് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ക്രെയിൻസ് എല്ലാം അവിടെ ധാരാളമായിട്ടുണ്ട്. എല്ലാ ക്രെയിൻസും കുറച്ച് ബാക്കിൽ E01 നമ്മളെ യാർഡിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വിഷ്വലിലൊക്കെ നമ്മൾ E01 തൊട്ടടുത്തുനിന്നുള്ള വിഷ്വലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴും ഉച്ച സമയമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് ഈ വശത്ത് നിന്ന് കാണുന്ന വിഷ്വൽസ്. നമുക്കിനി അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. പോർഷനിൽ നമുക്ക് പോർട്ട് ഏകദാണ്ട് വ്യക്തമായിട്ട് കാണുന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ മുൻവശം നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്രെയിനുകളെല്ലാം കുറച്ച് ബാക്കിലാണുള്ളത്. കാരണം ഇവിടെ എല്ലാം ഫ്രണ്ടിലെല്ലാം വർക്കൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. എല്ലാ ക്രെയിനും കുറച്ച് ബാക്കിലോട്ട് നിർത്തിയിട്ടുണ്ട്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. കൂട്ടത്തോട് വന്നപ്പോൾ ബ്ലൂ കളർ നമുക്ക് വളരെ മനോഹരമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ തൊട്ട് താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെയും നാച്ചുറൽ സ്റ്റോണെല്ലാം ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നു. അത് മാത്രമല്ല നാച്ചുറൽ സ്റ്റോണുമായിട്ട് കല്ലുകൾ നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ ധാരാളമായി വരുന്നുണ്ട്. പല ഭാഗത്തും ധാരാളമായ ലോറികൾ വരുവാണ്. നമ്മൾ ഈ കാണുന്നതാണ് വെയ്റ്റ് ബ്രിഡ്ജ്. ഇവിടുന്ന് ബ്രേറ്റ് ബ്രിഡ്ജ് വഴിയാണ് സ്റ്റോണുകളെല്ലാം നമ്മുടെ എൻഡ് ഓൺ ഡംപിങ്ങിന് പോകുന്നത്. ഈ വെയ്റ്റ് ബ്രിഡ്ജ് പണിയുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടോ. ഇങ്ങനെയാണ് ലോറികൾ വെയ്റ്റ് ബ്രിഡ്ജ് വഴി എൻ്റെ വെയിറ്റ് അനലൈസ് ചെയ്ത ശേഷം എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ട് സ്റ്റാർട്ടിംഗ് ഡംപിങ് പോർഷനിലേക്ക് പോകുന്നത്. നമുക്കിനി സ്റ്റാർട്ടിംഗ് ഡംപിങ് പോർഷനിലേക്ക് പോകാം കേട്ടോ. അവിടെ കല്ല് നിർത്തി ഇങ്ങനെ ഓരോ ലോറികളും ഡേ നൈറ്റാണ് ഇവിടെ വർക്കുള്ളത്. അത് മാത്രമല്ല തൊട്ടപ്പുറത്ത് ധാരാളം സ്ലാബുകളുണ്ടോ. ഒത്തിരി സ്ലാബുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതെല്ലാം ബെർത്തിലേക്ക് ആവശ്യമായ സ്ലാബുകളാണ്. നേരത്തെയൊക്കെ ഇവിടെ ഈ ചെറിയ മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാരണം നമുക്ക് ഈ സ്ലാബ് ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു രീതി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ സ്ലാബുകളൊക്കെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ ധാരാളം സ്ലാബുണ്ട്. അതായത് നമ്മൾ ബെർത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ലാബുകളും നേരത്തെ തന്നെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് കാലപ്പഴക്കം വന്നു കാരണം നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാ സംഭവവും നല്ല സെറ്റായിരിക്കുവാണ്. ഇതെല്ലാം ഇവിടെ നിന്നും നമ്മുടെ ക്രെയിൻസ് ഉപയോഗിച്ച് ലോറികളിലാണ് നമ്മുടെ ബെർത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ പല സമയങ്ങളിലായിട്ട് ക്രെയിൻസ് ഉപയോഗിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്തില്ല. ഇത് വേറൊരു സ്ഥലത്തു നിന്നായിരിക്കും ക്രെയിൻ തൊട്ടപ്പുറത്ത്, അതായത് തെങ്ങിൻ്റെ ഇടയിൽ കൂടി കാണുന്ന തൊട്ടപ്പുറത്താണ് ക്രെയിൻസ് ഉള്ളത്. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. പോർട്ടിൻ്റെ അകവശത്ത് നോക്കിയാൽ അവിടെ നിന്ന് ധാരാളം നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ ചീറിപ്പായും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വിഷ്വലിലേക്ക് പോകാം. ഈ കാണുന്ന വ്യൂ ആണെങ്കിൽ ഇതാ നമ്മളെ തൊട്ട് താഴെ ധാരാളം ലോറികളായിട്ട് നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ലോറികളുടെ തൊട്ടപ്പുറത്ത് ധാരാളം സ്ലാബുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ സ്ലാബുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ യാർഡിനകത്ത് പോയപ്പോഴത്തേക്കും ലോറിയിലേറ്റ് കൊണ്ടുപോകും നമ്മൾ കണ്ടായിരുന്നു ഉണ്ടോ. അതായത് റോഡുകളെല്ലാം ഈ റോഡ് വഴിയാണ് പാസ് ചെയ്യുന്നത്. ഈ പറയുന്ന മരങ്ങൾക്കിടയിലെല്ലാം ധാരാളം സ്ലാബുകളുണ്ട്.
ഇതാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പി ഒ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പി ഒ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ പ്രീവിയസ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഏറ്റവും അടുത്ത് യാർഡിനകത്ത് നിന്നുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്രെയിനെല്ലാം തൊട്ടടുത്താണ്. ഇപ്പം കുറച്ച് ബാക്കിലോട്ട് നിർത്തിയിരിക്കുകയാണ്. എല്ലാ ക്രെയിൻസും ഞാൻ എപ്പോഴും പറയാറുന്ന പോലെ നമുക്ക് പറഞ്ഞിട്ട് മടുക്കുന്നില്ല. അതായത് പോർട്ടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും തല ഉയർത്തി നിൽക്കുന്ന 4 STS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം ബ്ലൂ ഷെയ്ഡായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു 10ഓളം എന്ന പ്രൈമോർസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതാ നമ്മളീ കാണുന്നത് ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ 2 ടഗ് ബോട്ട് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗവും നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഉണ്ടോ, ധാരാളം ലോറികളായി ഇവിടെ ഡേ നൈറ്റ് ആയിട്ട് പോകുന്നു. പിന്നെ നമ്മൾ എൻഡോൺ ഡംപിങ് അല്ല, നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇവിടെ വന്നാൽ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഈ വശത്തു നിന്നുള്ള വിഷ്വൽസ്. ധാരാളം തൊട്ട് താഴെ കൂടി നമ്മൾ നിൽക്കേണ്ട അവിടെ കൂടിയൊക്കെ ധാരാളം ലോറികളായിട്ട് നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ കടന്നു പോകുന്നു. അതുമാത്രമല്ല കാൻഡിലിവർ ലൈൻബോട്ട് ഗ്രാൻഡ് ഗ്രാൻ E02 C0 D01 E01 ഇതെല്ലാം കുറച്ച് ബാക്കിലാണ് നിർത്തിയിട്ടുള്ളത്. നല്ലൊരു വിഷ്വലാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഇനി നമുക്ക് എൻഡോൺ ഡംപിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. അത് പി ഒ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. നമ്മളിവിടെ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് വ്യക്തമായിട്ടുള്ള വ്യൂവിൽ അപ്പുറത്ത് നിന്നാലേ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് ആ ഒരു വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ നേരത്തെ കണ്ട പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ഇതാണെങ്കിൽ ഇതിൻ്റെ മുൻവശത്തെ പോർട്ടിനകത്തുള്ള വ്യൂ ആണെങ്കിൽ ഇത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ പി ഒ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മളെ കാണുന്നത്. ഇവിടെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരം തിരിച്ചിട്ടുണ്ട്. കാരണം നമുക്കിവിടെ നമുക്ക് കാണുന്നുള്ള ഇഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാം, എക്സ്കവേറ്ററും കാണാം, ധാരാളം എക്സ്കവേറ്ററും ഇഞ്ചിൻലെസ് ബാർജും ധാരാളം സ്റ്റോൺ നിറച്ചുള്ള ലോറികളും വരിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ ഇഞ്ചിൻലെസ് ബാർജിലും സ്പ്ലിറ്റ് ബാർജിലുമായിട്ട് സ്റ്റോണുകൾ നിറയ്ക്കുന്ന തിരക്കിലാണ് അവരെല്ലാം. കണ്ടോ, ഇപ്പോൾ ഉച്ചയായ സമയത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എപ്പോഴും വീഡിയോ അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണുന്നതാണ് സ്പ്ലിറ്റ് ബാർജ്. ഇവിടെ ലോറികളിലായിട്ട് സ്റ്റോണുകൾ ഡംപ് ചെയ്യുന്നത് നമുക്ക് കൊണ്ടുവന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, ലോറികൾ കൊണ്ടുവന്ന സ്റ്റോണ് ഡംപ് ചെയ്യുന്നു. ഞാൻ പണ്ട് മുതലേ പറയാറുള്ളത്, പോർട്ട് ഓഫീസിൻ്റെ അവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ പോർട്ടിനകത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന സ്റ്റോണുകൾ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിൽ ഡംപ് ചെയ്യുന്ന സൗണ്ടാണ്. ഉണ്ടോ, അതിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്നുള്ള ഇഞ്ചിൻലെസ് ബാർജിലായിട്ട് ഇതാ വലിയ സ്റ്റോണെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. കേട്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ, ധാരാളം വലിയ സ്റ്റോണുകൾ, അതായത് ബിഗ് സ്റ്റോണുകളെല്ലാം ഇഞ്ചിൻലെസ് ബാർജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇഞ്ചിൻലെസ് ബാർജ് അനങ്ങാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തൊരു ചെറിയൊരു ബോട്ടും ഉണ്ട്. ഈ ബോട്ടിൻ്റെ സഹായത്തോടെയാണ് ഇഞ്ചിൻലെസ് ബാർജ് എൻഡോൺ ഡംപിങ്ങിനായിട്ട് പോകുന്നത്. നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ 2 റോഡായിട്ടാണ് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരെ പോകുന്ന റോഡാണെങ്കിൽ നമ്മൾ എൻഡോൺ ഡംപിങ്ങിനായിട്ട് ലോറികൾ പോകുന്നതാണ്. സൈഡിൽ വലത്തോട്ട് തിരിഞ്ഞ് കയറുവാണെങ്കിൽ അത് നമ്മുടെ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുകൾ ഡംപ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അതായത് നമ്മൾ സ്പ്ലിറ്റ് ബാർജും ഒരേ സമയം തന്നെ 3-4 ഇഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജും ഒരേ സമയം 24 hours വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എൻഡോൺ ഡംപിങ്ങിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ വളരെ വേഗം പുരോഗമിച്ച് വരുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണുന്ന വിഷ്വൽ. ഇനി നമുക്ക് ഇതേ വിഷ്വലിൽ തന്നെ നമുക്ക് നേരെ പോർട്ടിനകത്തോട്ടുള്ള വിഷ്വലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ കാൻഡിലിവർ ലൈൻബോട്ട് ഗ്രാൻഡ് ഗ്രാൻ Z01 E01 ധാരാളം കണ്ടെയ്നേഴ്സ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. കണ്ടോ, ഇതെവിടെ നിന്ന് കാണാം. ഇതാണ് ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു വിഷ്വൽ. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് ബെർത്തിൻ്റെ കുറച്ച് പോർഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിഷ്വൽ. ഇനി നമുക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനും പിന്നെ നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കാണുന്ന ഒരു വിഷ്വലുണ്ട്. അവിടെ നമുക്ക് പോയിട്ട് കുറച്ച് ഡീറ്റെയിൽ എടുക്കാം. അവിടെ നിന്നാൽ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ എത്രത്തോളം ഇനി അവൈലബിൾ ആയിട്ടുണ്ടെന്നും ആ പറയുന്ന സ്റ്റോണിൻ്റെ മല എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഭാഗമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന വളരെ ഹൈറ്റായിട്ടുള്ള വ്യൂ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോകൾ, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വിഷ്വൽ അറിയാവുന്നതാണ്. ഇത് നമ്മൾ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിട്ടിരുന്ന ഒരു മല പോലുള്ള കാണുന്നൊരു ഭാഗമായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡംപിങ്ങിനും അതുമാത്രമല്ല ഡ്രഡ്ജ് ചെയ്ത
മണലും ഈ പറയുന്ന വെള്ളവും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് തന്നെ ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു ബാരിക്കേഡ് ഇവിടെ പണിയുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ ഇവിടെ നിന്നാണ് പോകുന്നത്. ഇത് കഴിഞ്ഞെന്ന് വിചാരിച്ച് ധാരാളം, അതായത് ഇത് കഴിഞ്ഞെന്ന് വിചാരിച്ച് സ്റ്റോൺ ഇല്ലയെന്ന് വിചാരിക്കേണ്ട, 100 കണക്കിന് ലോഡുകളാണ് ദിവസവും നമ്മുടെ റോഡ് മാർഗം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നേരെ യാർഡിലോട്ടും വരും, പോർട്ടിൻ്റെ പല വശങ്ങളിലായിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൂടെയാണ് ധാരാളം സ്റ്റോണുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന നേരത്തെ വ്യൂവിൽ നമ്മൾ കണ്ടതുപോലെ ധാരാളം സ്റ്റോണുകൾ തരം തിരിച്ച് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഈ കാണുന്ന ഇഞ്ചിൻലെസ് ബാർജിൽ നിറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല അതിൻ്റെ തൊട്ട് താഴെ നിരനിരയായിട്ട് ലോറികൾ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇഞ്ചിൻലെസ് ബാർജും തൊട്ട് ഇപ്പോൾ അത് സ്പ്ലിറ്റ് ബാർജും ഉണ്ട്. സ്പ്ലിറ്റ് ബാർജ് ഒരു വശം പൂർണ്ണമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മറുവശത്തും കല്ല് നിറയും. അങ്ങനെ 2 ഭാഗങ്ങളിലായിട്ട് 100 കണക്കിന് ലോഡുകളാണ് നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിന് ആവശ്യമായിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത് അങ്ങോട്ടുള്ള ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷൻസിലേക്ക് പോകാം. നമ്മൾ ഇങ്ങോട്ടേക്കും ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമ്മൾ ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നുണ്ടോ, ലോറികളായി സ്റ്റോണുകൾ പോകുന്നുണ്ട്. ആക്രോപോഡ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ പിന്നെ ഇവിടെയും ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല ഇവിടെ എല്ലാം പിന്നെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് വർക്കുകളെല്ലാം നടക്കുവാണ്. എൻഡ് ഓൺ ഡംപിങ് ഇവിടെയാണുള്ളത്. ഇവിടെ നമ്മൾ എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ പോർഷൻ ഫസ്റ്റ് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്കുകളെല്ലാം പുരോഗമിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റേഷൻ ഓഫ് പ്രോസസ്സിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് ഷോർ ക്രെയിനിൻ്റെ ബോട്ടം ഭാഗം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ബോട്ടം ഭാഗം കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ ബെർത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉച്ചയ്ക്ക് 1-1:30 മണിയായതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കാണ്. മിക്ക ദിവസവും ഞാൻ ഈ സമയത്താണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന സ്റ്റാഫുകളിൽ നിന്ന് കാണാത്ത ഈ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഈ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ C0യും E0യും D0യും ഉള്ള ഈ ക്രെയിനുകൾ, അതായത് റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുകൾ നിരത്തി വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഷിഫ്റ്റ് ഷോർ ക്രെയിനും നമുക്ക് ഇവിടെ വന്നാൽ ഏത് വശത്തു നിന്നാലും കാണാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ആദ്യമായി നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.